പബ്ലിക് പ്രോസിക്യൂട്ടർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രതിഭാഗം വക്കീലായി അല്ലേ? പോലീസ് നിങ്ങളും ചേർന്നുള്ള ഈ ഒത്തുമാറ്റം ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നാ. പക്ഷെ ഇതുകൊണ്ടൊന്നും തമ്പുരാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടാതിരിക്കുന്ന നല്ലത്. ജയിച്ചാലും തോറ്റാലും അയാൾ ശിക്ഷ അനുഭവിക്കും. തോറ്റ് ശിക്ഷ അനുഭവിക്കുന്ന നല്ലത്. ജീവനോടെങ്കിലും ഇരിക്കാം. ഈ കേസ് നിങ്ങൾ ജയിച്ചാൽ വിധി പറയുന്ന ദിവസം ഈ കോടതി വരാന്തിയിൽ വെച്ച് അവനെ കുത്തിപ്പണ്ട ഞങ്ങൾ പുറത്തെടുക്കും. ഈ പണ്ടവും കുടലൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ? നമുക്ക് കാണാം. നിങ്ങൾ കണ്ടോ സാറിനെ വിട്ടേരെ. ഒന്ന് എന്നെ തല്ലല്ലേ, ഞാൻ സാറിന്റെ ഡ്രൈവറായിട്ടോ. I hope everything is in order. Mr. Nambia, witness examination തുടങ്ങാം. Any more witnesses for the prosecution, Mr. Nambia? Yes, Your Honor. I have one more witness, and it's an eyewitness. Yes. കുഞ്ഞിരാമൻ, കുഞ്ഞിരാമൻ, കുഞ്ഞിരാമൻ. I object, Your Honor. പ്രോസിക്യൂഷൻ ആദ്യമേ ഹാജരാക്കിയ സാക്ഷിപ്പട്ടികയിൽ ഇങ്ങനെ ഒരു ഐ-വിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. Hence, it should not be allowed. ഈ വിറ്റ്നസ് സാക്ഷിപ്പട്ടികയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരംഭഘട്ടത്തിൽ എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉപദേശം തേടിയിരുന്നു. ഇതുപോലൊരു ഐ വിറ്റ്നസ് ഒരിക്കലും സ്റ്റാൻഡ് ചെയ്യില്ലെന്ന അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാണ് അവർ ഈ ഐ വിറ്റ്നസിനെ ഡ്രോപ്പ് ചെയ്തത്. എന്റെ നിർബന്ധം കൊണ്ടാണ് പിന്നീട് ആ സാക്ഷിയെ അഡീഷണൽ വിറ്റ്നസ് ആയി രണ്ടാമത് ഇൻക്ലൂഡ് ചെയ്തത്. എന്തുകൊണ്ടാണ് ആ പ്രോസിക്യൂട്ടർ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് പ്രതിഭാഗം വക്കീലാണ്. മിസ്റ്റർ നമ്പ്യാർ, യു ആർ എ ലയർ. ജുഡീഷ്യറിയുടെ എത്തിക്സിന് ചേരാത്ത വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഡിഫൻസ് കൗൺസിൽ ആയതെന്ന് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാമായിരുന്നു. That's none of my business. Yes, it is definitely your business. അല്ലെന്ന് ഈ ബാറിൽ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ പറയട്ടെ. എന്റെ നിലപാട് അറിയിക്കാൻ നിങ്ങളുമായി പലതവണ ഞാൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. നേരിൽ കാണാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ ഒഴിഞ്ഞുമാറി. കോടതിക്കകത്ത് ലോയേഴ്സ് വാഗ്വാദത്തിൽ ഏർപ്പെടാറുണ്ട്. കീരിയും പാമ്പും പോലെ പരസ്പരം ആക്രമിക്കാറുണ്ട്. പക്ഷേ കോടതിക്ക് പുറത്ത് ഈ വസ്ത്രമണിയുന്നവർ തമ്മിൽ ഒരു ധാരണയുണ്ട്. എ കോഡ് ഓഫ് കോണ്ടക്ട്. പത്രങ്ങളിൽ മുഴുത്ത അക്ഷരങ്ങൾ പേരടിച്ചു വരാൻ ഒരു അഭിഭാഷകൻ ഒരിക്കലും തന്നെ സഹജീവികളെ തരം താഴ്ത്താറില്ല. But you are an exception, Mr. Nambiar. I pity you. Better you regret. നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയാം. പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് ഡിഫൻസ് അഡ്വക്കേറ്റിലേക്കുള്ള ചുവടുമാറ്റത്തിന് എന്തെല്ലാം യുക്തികൾ നിങ്ങൾ നിരത്തിയാലും അത് സ്വീകരിക്കാനുള്ള ബാധ്യത എനിക്കില്ല. ഒരു അഡ്വക്കേറ്റിനോട് തന്റെ സഹോദരന് വേണ്ടി യാചിക്കുന്ന പെണ്ണിന്റെ വികാരം മനസ്സിലാക്കാം. പക്ഷേ അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ഒരു ലോയർ ഏത് വികാരത്തിന് അടിമപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ജോലി വരെ രാജിവെക്കാൻ തയ്യാറായതെന്ന് ചിന്തിക്കുമ്പോഴാണ്. നോ, പ്ലീസ് ഡോണ്ട് ബി സോ ക്രൂവൽ മിസ്റ്റർ പ്രോസിക്യൂട്ടർ. നിർദോഷിയായ ഒരു പെൺകുട്ടി അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പറഞ്ഞു തീർക്കും. പക്ഷേ ഒരു ജന്മം മുഴുവൻ അതിന്റെ ദുരന്തം ആ പെൺകുട്ടി അനുഭവിച്ച് തീർക്കേണ്ടി വരും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞില്ലേ, ഒരു തെറ്റുമില്ല. മിസ്റ്റർ കുരുവിള തന്നെ. Shut up. ഇത് കോടതിയാണ്. ചോദിച്ചാൽ മാത്രം ഉത്തരം, അല്ലാത്തപ്പോൾ വെറും കാഴ്ചക്കാരനായിട്ടിരുന്നാ മതി. അണ്ടർസ്റ്റാൻഡ്? മിസ്റ്റർ കുരുവിള. യെസ് യുവർ ഓണർ. മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളുടെ തർക്കത്തിനും വെല്ലുവിളിക്കും ഈ കോടതി ഒരു വേദിയാകാൻ ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റ് ഇസ് പാസ്റ്റ്. മിസ്റ്റർ കുരുവിള, ഈ സാക്ഷിയുടെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് ആക്ഷേപം പറയാനുള്ളത്? ഒരു കാരണവശാലും ഈ സാക്ഷിയെ അനുവദിക്കരുത് യുവർ ഓണർ. മിസ്റ്റർ കുരുവിള, അങ്ങനെ ഒഴിവാക്കാൻ സാധ്യമല്ല. ഐ വിൽ റെക്കോർഡ് യുവർ ഒബ്ജക്ഷൻ വെരി സ്ട്രോങ്ലി. അതിന്മേലുള്ള കോർട്ടിന്റെ റൂളിംഗ് പിന്നീട് പറയുന്നതായിരിക്കും. മിസ്റ്റർ നമ്പ്യാർ, യു മേ പ്രൊസീഡ്. കൃത്യം നടന്ന ദിവസം, അതായത് 10/8/94 നിങ്ങൾ എന്താ കണ്ടത്?
ആ ദിവസം രാത്രി ഉദ്ദേശം 7-8 മണിക്ക് കോവിലകത്ത് നിന്നും മരിച്ച സീതക്കുട്ടി ഇറങ്ങി ഓടുന്ന ഞാൻ കണ്ടു. തൊട്ടു പിറകെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇയാൾ ഓടി വന്ന് അവളെ കടന്നു പിടിച്ചു. അവൾ നിലവിളിച്ച് ഓടാൻ ശ്രമിച്ചപ്പോൾ അവളുടെ വായി പൊത്തിപ്പിടിച്ച് വീട്ടിനകത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു സാർ. അവളുടെ വസ്ത്രം മുഴുവൻ കീറി പറഞ്ഞിരുന്നു. 7-8 മണി എന്നൊക്കെ പറയുമ്പോ നല്ല ഇരുട്ടല്ലേ? പിന്നെ എങ്ങനെ വ്യക്തമായി അവിടെ നടന്നത് നിങ്ങൾ കണ്ടു? അന്ന് നല്ല നിലാവുണ്ടായിരുന്നു സാർ. കൂടാതെ കോവിലകത്തിന് മുൻവശത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു. That's all, Your Honor. സംഭവം നടക്കുന്നത് എവിടെ നിന്നാ നിങ്ങൾ കണ്ടത്? തെങ്ങിന്റെ മോളിന്നാ കണ്ടത്. തെങ്ങിന്റെ മുകളിൽ നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യായിരുന്നു? എനിക്ക് മോഷണ സാർ തൊഴില്. വലിയ മോഷണല്ലേ സാർ, തേങ്ങയും മാങ്ങയും അത്രേ ഉള്ളൂ. അങ്ങനെ അന്നൊരു കൃത്യം കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒച്ച വെച്ചില്ല? അവളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല? അവളെ രക്ഷിക്കാൻ ശ്രമിച്ച എന്റെ തടി കേടാവും സാർ. തെങ്ങിന്റെ മണ്ടയിൽ കള്ളനെ കണ്ടാൽ ആളുകൾ വെറുതെ വിടുവോ? പിന്നെ എന്തൊരു പോലീസിൽ വിവരം പറഞ്ഞു? കള്ളനെ പോലീസ് വെറുതെ വിടുവോ? പോലീസിൽ ഞാൻ പറഞ്ഞതല്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. മനസ്സിലായില്ല? മറ്റൊരു കേസിൽ എന്നെ പിടിച്ചു ചാലക്കുടി പോലീസ്. അവരെന്നെ ശരിക്കും കൈകാര്യം ചെയ്തപ്പോ അപ്പം നടന്നതും മുമ്പ് നടത്തിയതും എല്ലാം തുറന്നു പറഞ്ഞു പോയി. പറഞ്ഞു പോവും അമ്മാതിരി താങ്ങാ സാർ താങ്ങിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതും ഇയാളുടെ മൊഴിയും മറ്റ് ഡീറ്റെയിൽസും എക്സിബിറ്റ് P29 സമർപ്പിച്ചിട്ടുണ്ട്, യുവർ ഓണർ. The court is adjourned. കുഞ്ഞിരാമൻ തകർത്ത് കളഞ്ഞല്ലോ. ക്രോസില് അവൻ കുലുങ്ങിയില്ല. ആ സാക്ഷിയെ വിശ്വസിക്കരുതെന്ന് വളരെ സ്ട്രോങ് ആയിട്ടാ കുരുവിള ജഡ്ജിയോട് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇനി ആ സാക്ഷിയെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ജഡ്ജിയുടെ മനോധർമ്മം പോലിരിക്കും. മറ്റു തെളിവുകൾ കൂടി സപ്പോർട്ട് ചെയ്താൽ ഒരു പക്ഷേ. ഏതായാലും കേസ് ഇപ്പോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ. 3-4 ദിവസത്തിനകം റിസൾട്ട് അറിയാമല്ലോ. ഗുഡ് നൈറ്റ്. ഓക്കെ. എല്ലാ വക്കീലന്മാരും കണക്കാ. തുടക്കത്തില് വലിയ വീരവാദമൊക്കെ മുഴക്കും. അവസാനമായാലേ ഇതുപോലെ പറയുന്നത് കേട്ടില്ലേ? കയ്യാലപ്പുറത്തെ തേങ്ങയാണെന്ന്. കോൺഫിഡൻസ് ഇല്ലാത്ത വർഗങ്ങള്. എവിടെ പോയിരുന്നോ ഇത്രയും നേരം? വിധിയൊക്കെ കഴിഞ്ഞു. എന്താ വിധി? ജീവപര്യന്തമാ. തൂക്ക് കിട്ടാത്ത ഭാഗ്യം. ഐ വിറ്റ്നസിനെ കോടതിക്ക് ബോധ്യമായി. അത് തന്നെ കാരണം. താൻ വേഗം ചെന്ന SP യുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ഒക്കെ ഫോട്ടോ എടുക്ക്. എളുപ്പം ചെല്ലടോ. ആ കളറിലും വേണം. ഞാനേ ഈ മാറ്റർ ഒന്ന് പ്രസ്സിൽ കൊടുക്കട്ടെ. ശരി. ഡോണ്ട് റിഗ്രറ്റ് മിസ്റ്റർ കുരുവിള. മർഡർ കേസുകൾ ഇനിയും വരും. യു വിൽ ഗെറ്റ് യുവർ ചാൻസ്. എന്തായി വക്കീലേ? കൺഗ്രാജുലേഷൻ. തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി. തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി. അയ്യോ തോറ്റേ കുരുവിള തോറ്റേ. തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി. അയ്യോ തോറ്റേ അനിയൻ തോറ്റേ. ഞാൻ ഈ കേസ് എടുക്കരുതായിരുന്നു. എളുപ്പത്തിൽ ജയിക്കാം എന്നൊരു അഹങ്കാരം മനസ്സിലുണ്ടായി. അവർക്ക് ഇത്രയും വാശി കൂടെ ഞാൻ കാരണമാ.
പ്രോസിക്യൂട്ടറായി നിന്ന് തോട്ടി കൊടുത്തിരുന്നെങ്കിൽ അതായിരുന്നു നല്ലെന്ന് ഇപ്പൊ തോന്നുന്നു. അപ്പീലിന് മറ്റൊരു നല്ല വക്കീലിനെ കണ്ടുവയ്ക്കണം. എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്തുതരാം. സാറ് കേസ് നടത്തിയതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും കരുതിയിട്ടില്ല. എന്നിട്ടും കേസ് തോറ്റത് ഞങ്ങളുടെ വിധിയാ. അതിനാരും പഴിച്ചിട്ട് കാര്യമില്ല. അപ്പീലുണ്ടെങ്കിൽ അതും സാറ് തന്നെയായിരിക്കണം. ഇതെന്റെ മാത്രമല്ല, എല്ലാവരുടെ അഭിപ്രായമാ. പോളിസിയുടെ പണം അടിച്ച റെസിപ്റ്റ്. പോളിസി രജിസ്റ്റർഡ് പോസ്റ്റായിട്ട് അയച്ചു തരും. അതെ, ഞാൻ ഈ പോളിസി എടുത്ത കാര്യം തൽക്കാലം ഇവിടെ ആരും അറിയരുത്. ക്ലയൻസിന്റെ കാര്യം ഞാൻ ആരുമായി ഡിസ്കസ് ചെയ്യാറില്ല സാർ. ആ പറഞ്ഞതിന്റെ കാര്യമല്ല, പോളിസിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ആ വക്കീൽ സാറിന്റെ കല്യാണം എന്നാ സാർ? പെണ്ണ് കണ്ടതല്ലേ ഉള്ളൂ. ഇനി മനസമ്മതം, പിന്നെ കല്യാണം. എന്താ പോരായോ? എങ്ങനെയുണ്ട് സാർ വക്കീൽ സാറിന്റെ ബുദ്ധി? അല്ല, ആള് കാണാൻ എങ്ങനെയാണ്? കാണാൻ എങ്ങനെ ഉണ്ടായിരിക്കണം പെണ്ണ്? വക്കീൽ സാർ കാണാൻ സുന്ദരനല്ലേ? അപ്പൊ പെണ്ണും. അനിയൻകുഞ്ഞെ, ഒരു സബ് ഇൻസ്പെക്ടർ ബാലൻ അനിയൻകുഞ്ഞിനോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു. നീ വന്നാ ഉടനെ തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. ഏത് നമ്പറിൽ നിന്നാ പറഞ്ഞേ? നമ്പർ കിട്ടി. അനിയൻകുഞ്ഞെ, ഇതാ. മാണിക്കുഞ്ഞു വല്ലതും പറഞ്ഞായിരുന്നോ? എന്ത് പറഞ്ഞാലും ശരി, എന്റെ പോളിസി ടേക്ക് ഇറ്റ് ഈസി. ഈ ചായ കിട്ടിയായിരുന്നോ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇങ്ങോട്ട് മാറിയുന്നേ കൊക്കോ. അതെ, പണി കൃഷിയാന്നേലും ഞാൻ വെറും ഊളാണല്ല കേട്ടോടാവേ. അച്ചായന്മാരെന്ന് പറഞ്ഞ മഹാനല്ലവരാ. ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. കൊക്കോ കൊക്കോ കൊക്കോ. അയ്യോ, എന്റെ പണി പോയോ. അന്നേ ഞാൻ ഇങ്ങനോട് പറഞ്ഞതാ, കോവിലകം കേസ് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടന്നോട്ടെ, നമുക്ക് പാരലായിട്ട് മറ്റു രീതിയിൽ നീങ്ങാമെന്ന്. കട്ടിക്കിടിച്ച ഈ മനുഷ്യൻ സമ്മതിക്കില്ല. ഇങ്ങനെയുണ്ടോ ഒരു യജമാന സ്നേഹം? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് ഇനി എന്നാ കാര്യം? ബാലൻ ഇത് പറയാനാ എന്നെ തിരക്കിയത്? അല്ല സർ, കഴിഞ്ഞ ദിവസം ഞാൻ ജയിൽ സൂപ്രണ്ടിനെ കണ്ടിരുന്നു. അതൊരു കാര്യം പറഞ്ഞു. ഒരുപക്ഷെ സാറ് കേട്ട് കാണും, പണ്ട് നടന്ന ആറാട്ടുകുളം കൊലക്കേസിനെ കുറിച്ച്. ഭർത്താവിനെ കൊന്ന് മധ്യവയസ്കയായ ഭാര്യയെ ബലാത്സംഗം ചെയ്തു വന്ന കേസ്. ആ കേസിലെ പ്രതികളായ ബെന്നിയും രാജുവും ഏതാണ്ട് സീതക്കുട്ടി കൊല്ലപ്പെട്ട ദിവസത്തിനടുത്താണ് റിലീസായത്. ജയിൽ സൂപ്രണ്ടിന് അവരെ നല്ല സംശയമുണ്ട്. അവരെ നമുക്ക് തപ്പിയാലോ? ഈ കേസിലേക്ക് വല്ല ബ്രേക്ക് ത്രൂവും കിട്ടിയാൽ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അന്വേഷിക്കില്ലേ? ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ടാക്കും. കേട്ടില്ല സർ, ഇതാ ഇങ്ങയുടെ കുഴപ്പം. നമുക്ക് അന്വേഷിക്കാൻ പാല. അവരുടെ അഡ്രസ് ആദ്യം കണ്ടുപിടിക്കുക. ഞാൻ ബെന്നിയുടെ അച്ഛനാ. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ബെന്നി ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുപോലെ രാജു അവന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. പിന്നെ ഇവരവിടെ പോയി? ഇത് ബെന്നി, അത് രാജു. ജയിലിൽ കുറെ കാലം ഞാൻ മാസിന് പോയിരുന്നു. അന്നാണ് ഇവരെ പരിചയപ്പെട്ടത്. ഈശ്വരകാരുണ്യം കൊണ്ട് ഇവർക്ക് മാനസാന്തരം ഉണ്ടായി. ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവർ ആശ്രമ ജീവിതമാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് അവർ നേരെ ഇങ്ങോട്ട് പോന്നു. പാപത്തെ വെറുക്കാനേ എന്റെ നാഥൻ പറഞ്ഞിട്ടുള്ളൂ, പാപികളെ വെറുക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മിസ്റ്റർ കുരുവിളെ അന്വേഷിക്കുന്നത് ഇവരെയല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ? അല്ല ഫാദർ,